2025 റിലീസായ അവർ ജനറേഷൻ എന്ന വളരെ രസകരമായ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് വളരെ കുറുമ്പത്തിയായ നമ്മുടെ കഥാനായികയുടെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. അവളുടെ പേര് ലിൻ എന്നാണ്. പക്ഷെ പ്രിയപ്പെട്ടവരൊക്കെ അവളെ ചെറി എന്നാണ് വിളിക്കാറുള്ളത്. ചെറി ഇപ്പോ ഒരു മലമുകളിൽ കൂട്ടുകാരും കൂടെ പോയി നിൽക്കാണ്. അവൾ അവിടെ നിന്നുകൊണ്ട് കണ്ണടച്ച് താഴേക്ക് ചാടൂ എന്ന മട്ടില് ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാല് നമുക്ക് ചിറക് മുളയ്ക്കുമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ചാടാൻ തയ്യാറായി നിൽക്കുന്ന കാഴ്ച കണ്ട് അവളുടെ കൂട്ടുകാർ അവളെ പിടിച്ചു വലിച്ച് താഴെ ഇറക്കുന്നുണ്ട്. നീ എന്തേ കാണിക്കുന്നേ, നിനക്ക് വട്ടാണോന്നെല്ലാം അവര് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും ഹൈറ്റിൽ നിന്ന് ചാടിയ ചിറകാണോ മുളക്കിയ, എന്റെ ദൈവമേ അത് തന്നെ കഴിയില്ലേ. അങ്ങനെ അവരായിട്ട് അവളോട് നമുക്ക് പോവാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവിടെ ഒരു പാമ്പിനെ കണ്ട് അവൾ ആകെ പാടെ പേടിക്കുന്നു. എന്തായാലും കൂട്ടുകാരുള്ളത് കൊണ്ട് അപ്പോഴും അവളെ രക്ഷപ്പെട്ടു. എടാ ആ പാമ്പ് എന്നെക്കാളും ഹൈറ്റില് ചാടി വന്ന് എന്നെ കൊത്താൻ വന്നെന്നൊക്കെ അവൾ പറയുമ്പോഴേക്കും അയ്യേ പാമ്പിനെക്കാളും പോലും ചെറുതാ നീ എന്ന് പറഞ്ഞ് കൂട്ടുകാർ കളിയാക്കുമ്പോൾ അവൾക്ക് കുറച്ച് സങ്കടമൊക്കെ ആവുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് അവർ വേഗം ഓടുന്നു. അവർ ഈ ഓടിപ്പോകുന്ന ആ ഒരു സ്ഥലത്തിനടുത്തൂടെയുള്ള റോഡിലൂടെ ഒരു കാർ അപ്പൊ പോകുന്നത് നമുക്ക് കാണാം. ആ കാറിലാണ് നമ്മുടെ കഥാനായകനായ ജിയാങ് അവന്റെ അച്ഛന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടീം റോഡിലൂടെ ഇവർ ഓടി പോകുന്നതൊക്കെ ജിയാങ് കാണുന്നത് നമുക്ക് കാണാം. അങ്ങനെ എന്തായാലും ചെറിയും അവളുടെ ഫ്രണ്ട്സും കൂടി ഇപ്പോ ഓടി ചെന്നെത്തിയിരിക്കുന്നത് ഒരു ലൈബ്രറിയുടെ അവിടെയാണ്. അവിടുത്തെ ഇപ്പോ ഒരു ബുക്ക് മോഷണം നടത്താനായി ഇവർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെയായിരുന്നു ജിയാങ് വന്നിട്ടുണ്ടായിരുന്നത്. അവൻ ഇവരെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചെറിയെ കണ്ടവൻ ഹായ് എന്ന് വെക്കുമ്പോഴേക്കും അവൾ കൂട്ടുകാരുടെ കൂടെ മോഷണത്തിന് പിടിക്കാതിരിക്കാൻ വേണ്ടി വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ചെറിയാകട്ടെ നേരെ അമ്മയെ പോയി കെട്ടിപ്പിടിച്ച അമ്മയോട് അമ്മ എന്നെ ഇവിടുന്ന് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാല് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോ നിന്നെ ആരിവിടെ നിന്ന് കൊണ്ടുപോകാനാണെന്നൊക്കെ ചോദിക്കുന്ന അമ്മ അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ മുന്നേ മോഷ്ടിക്കാനായി കൂട്ടുകാരുടെ കൂടെ ലൈബ്രറി പോയത് ഒരു പയ്യൻ കണ്ടിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇനി പോലീസ് വന്ന് പിടിക്കുമെന്നൊക്കെ പേടി ഉള്ളിലുണ്ട്. എന്തായാലും അവളിങ്ങനെ അമ്മയോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വീട്ടിലേക്ക് ചെറിയുടെ അച്ഛൻ വരുന്നത്. ചെറിയുടെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മൾ മുന്നേ കണ്ടില്ലേ ജിയാങ്ങും അവന്റെ അച്ഛനുമാണ്. ജിയാങ്ങിന്റെ അച്ഛനും ചെറിയുടെ അച്ഛനും പരിചയക്കാരാണ്. എന്തായാലും അന്ന് അവർക്ക് ഒരു ഡിന്നർ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ഇവരെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ ജിയാങ്ങിനെ കാണുമ്പോൾ ചെറി ഇടുത്തി വെട്ടി കണക്ക് നിൽക്കുന്നുണ്ട്. അയ്യോ ഇവനും കാണും ഞാൻ ലൈബ്രറി മോഷ്ടിക്കാൻ പോയ കാര്യം വീട്ടിൽ പറയുമെന്ന് അവൾക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടീം ഫുഡ് കഴിക്കുമ്പോൾ പോലും ഇങ്ങോട്ട് വന്നപ്പോ തൊട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് പിടുത്തം വിടാതെ ജിയാങ് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണുന്ന ചെറിയുടെ അമ്മ ബാഗിനെ പറ്റി ചോദിക്കുമ്പോൾ അതിനകത്ത് അവന്റെ ഒരു പ്രിയപ്പെട്ട കോട്ടുണ്ട്. അതാണ് മുഷിഞ്ഞ് നാറി അഴുക്കായിട്ടിരിക്കുക. അത് എടുത്ത് കളയാൻ ഞാൻ പറഞ്ഞിട്ട് പോലും അവൻ കേൾക്കാതെ അങ്ങനെ നിധി പോലെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണെന്നെല്ലാം ജിയാങ്ങിന്റെ അച്ഛൻ പറയുമ്പോ അഴുക്കായ കോട്ടോ എങ്കിൽ ഇങ്ങതാ ഞാൻ വാഷ് ചെയ്ത് തരാമെന്നും പറഞ്ഞു ചെറിയുടെ അമ്മ അത് വാഷ് ചെയ്യാനായി വാങ്ങുന്നു. ആ ടൈം സോപ്പൊടി തീർന്നിരിക്കുന്നത് ശ്രദ്ധിക്കുന്ന ചെറിയുടെ അമ്മ സോപ്പൊടി വാങ്ങാനായി തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് ചെറിയെ പറഞ്ഞു വിടുന്നു. ആ കടയുടെ ഓണറിന്റെ മകൾ ചെറിയുടെ കൂട്ടുകാരിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവര് തമ്മിൽ ഭയങ്കര വഴക്കാണെന്നും പറയാം. എന്തായാലും ഇപ്പോ ചെറിയ സോപ്പൊടി വാങ്ങാനായി വരുമ്പോ ആ പെൺകുട്ടി ചെറിയെ കണ്ട് സംസാരിക്കുന്നു. അവളുടെ പേര് ക്വിൻ എന്നാണ്. ക്വിൻ ചെറിയോട് കളിയാക്കി ഓരോന്ന് പറയുന്നുണ്ട്. നീ പാമ്പിനെ കണ്ട് പേടിച്ചെന്നൊക്കെ അവന്മാര് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും ചെറിയ അതൊന്നും മൈൻഡ് ആക്കാതെ അവളുടെ തല മുഴുവൻ ജിയാങ് വീട്ടിൽ പറഞ്ഞു കൊടുക്കുവോ എന്ന ആ ഒരു പേടിയാണ്. അവൾ ആ ടെൻഷനിൽ നിൽക്കാണ്. അവളാട്ടെ സോപ്പൊടി കിട്ടി ക്വിന്നിനെ മൈൻഡ് ചെയ്യാതെ ഇതും ആലോചിച്ച് ഇങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോ ചെറിയുടെ ഷാഡോയിൽ ചവിട്ടുന്ന ക്വിൻ ഞാൻ നിന്നെ തോപ്പിച്ചെന്ന് പറഞ്ഞ അവളെ വീണ്ടും കളിയാക്കി സംസാരിക്കുന്നുണ്ടെങ്കിലും ചെറി മൈൻഡ് ചെയ്യുന്നില്ല. ഉടനെ ഡൗട്ട് തോന്നി ക്വിൻ പുറകെ ചെന്ന് നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നു, നീ സാറിന് ഇങ്ങനെ അല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കിപ്പോ നിന്നെക്കാളും വലിയൊരു തലവേദന ഉണ്ടായിട്ടുണ്ട്, ഞാൻ അത് ആലോചിച്ചിരിക്കുകയാണെന്നെല്ലാം ചെറി പറയുമ്പോ ആരാ നിനക്ക് പണി തന്നത്, നിനക്ക് അയാളെ ഓർത്തിട്ട് പേടിയാവുന്നോ, നീ സാധാരണ അങ്ങനെ ആരെയും പേടിക്കുന്ന ആളല്ലല്ലോ എന്നല്ല ക്വിൻ പറയുമ്പോ ശരിയല്ലേ ഞാൻ എന്തിനാ പേടിക്കുന്നേ, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഉഷാറാവുന്ന ചെറി ക്വിന്നിന്റെ ഷാഡോയിൽ ചവിട്ടിയിട്ട് നിന്നെ ഞാൻ തോപ്പിച്ചെന്നും പറഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് ഓടിപ്പോന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ചെറിയാകട്ടെ നൈസായി തന്നെ ജിയാങ്ങിന്റെ അടുത്ത് സംസാരിക്കാനായി പോകുന്നുണ്ട്. പക്ഷെ അവൻ വലിയ മൈൻഡ് ഒന്നും ചെയ്യാതെ മുന്നേ കഴുകിയിട്ട് അവന്റെ ആ ഒരു കോട്ട് അതൊന്ന് ഉണങ്ങി കിട്ടാനായി വെയിറ്റ് ചെയ്ത് അതിൽ തന്നെ കണ്ണു നട്ടിരിപ്പാണ്. ഇതിൽ നിന്നൊക്കെ തന്നെ അവനത് സംതിങ് സ്പെഷ്യൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അവൻ മൈൻഡ് ചെയ്യാത്ത വിഷമത്തിന് അവളായിട്ട് വളർത്തുന്ന ഒരു കുഞ്ഞു മുയൽക്കുട്ടിയുണ്ട്. അതിനെ പോയി എടുത്ത് കൊഞ്ചിച്ച് നിനക്ക് എന്താപത്ത് വന്നാലും ഞാൻ കാണുന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അതിനിങ്ങനെ താഴെ വെക്കുമ്പോഴേക്കും ഭയങ്കരമായി കാറ്റടിക്കുന്നുണ്ട്. അവിടെയുള്ള എന്തൊക്കെയോ മറിഞ്ഞ് അതിന്റെ മണ്ടയ്ക്ക് വീഴാനായി ഒരുങ്ങുമ്പോഴേക്കും അത് കണ്ട് വേഗം ഓടിയെത്തി ജിയാങ് ആ മുയലിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇത് ചെറിയ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. അവളാകട്ടെ അവനോട് പതിയിരുന്ന് സംസാരിക്കുന്നു. മുയലിനെ എങ്ങനെ കയ്യിൽ വെച്ച് തലോടണം, അതിനെ എങ്ങനെ കെയർ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ അവൾ അവന് അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും അന്ന് രാത്രി ചെറിയുടെ അമ്മയും അച്ഛനും ജിയാങ്ങിനെ പറ്റി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇവരുടെ അച്ഛന്മാര് രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിരുന്നില്ല. അടുത്തടുത്താണ് ഇനി ഇവർ താമസിക്കാനും പോകുന്നത്. ഒപ്പം തന്നെ ചെറു പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ ജിയാങ്ങും ഇനി ഇവിടെ പഠിക്കാൻ പോവാണ്. ജിയാങ് ഭയങ്കര മിടുക്കനാണ്,
മാത്സിലൊക്കെ അവൻ ജീനിയസ് ആണെന്ന കാര്യങ്ങളൊക്കെ ചെറിയുടെ അച്ഛൻ ചെറിയുടെ അമ്മയോട് പറയുമ്പോഴേക്കും പക്ഷെ അവന്റെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഭയങ്കരമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന കണക്ക്. അന്ന് നടന്ന ആ സംഭവം ഇന്ന് 10 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും അവരുടെ ഫാമിലി അത് അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാകാം ആ കൊച്ചിങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. ഭയങ്കര സൈലന്റ് ആണല്ലോ ജിയാങ്, ആരോടും അങ്ങനെ മിണ്ടും പറിച്ചില്ല, ഒന്നുമില്ല, ഒരു ഇതുമില്ല. അപ്പൊ അവന്റെ ആ ഒരു കാര്യത്തെ പറ്റി ചെറിയുടെ അമ്മ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് വർഷങ്ങൾക്ക് മുന്നേ ജിയാങ്ങിന്റെ ഫാമിലി നടന്ന പ്രശ്നം എന്ന് നമുക്കറിയില്ല. എന്താണ് അവനിങ്ങനെ ആകാൻ കാരണം എന്നിപ്പോ അറിയില്ല. എന്തായാലും അന്നത്തെ ദിവസം അങ്ങനെ കടന്നു പോകുന്നു. അന്ന് രാത്രിയാകട്ടെ അച്ഛൻ ഉറങ്ങിയ ശേഷം അച്ഛന്റെ പേഴ്സിലെ ഫോട്ടോ നോക്കി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ജിയാങ്ങിനെയാണ് നമ്മൾ കാണുന്നത്. ആ ഫോട്ടോയിലുള്ളത് അച്ഛനും അമ്മയും ഒരു കൊച്ചു പയ്യനുമാണ്. ആ കൊച്ചു പയ്യൻ പക്ഷെ ജിയാങ് അല്ല, അവന്റെ ജ്യേഷ്ഠനാണ്. അവന്റെ ആ ചേട്ടൻ എവിടെ, എന്താണ് പറ്റിയത്, ഇപ്പൊ എവിടെയാണ് എന്നതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അങ്ങനെ അടുത്ത ദിവസം ചെറിയുടെ സ്കൂളിലേക്ക് ഒരു പുതിയ വിദ്യാർത്ഥിയായി ജിയാങ് എത്തുന്നുണ്ട്. അവൻ ചെറിയുടെ അതേ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കാനായി ചേർന്നിരിക്കുന്നത്. ചെറിയ അവിടെ അവളുടെ ഫ്രണ്ട്സിനെ ഒക്കെ അവന് പരിചയപ്പെടുത്തുന്നുണ്ട്. ചെറിയെ പോലെ തന്നെ അത്യാവശ്യം നല്ല കുരുത്തം കെട്ടതാണ് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ. അവളാകട്ടെ അവന് സ്കൂളിന് പുറമെ അവരുടെ വീടിന്റെ അവിടെയും ഒക്കെ അവളുടെ ഫ്രണ്ട്സിന്റെ വീടുകളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ 1 by 1 ആയി അവൾ അവളുടെ കൂട്ടുകാരെ പറ്റി പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ ഫ്രണ്ട് ഷാങ് അമ്മയുടെ കൂടെയാണ് ഈ നാട്ടിൽ താമസിക്കുന്നത്. അവന്റെ അച്ഛൻ ഇവിടെ ഇല്ല, ജോലി സംബന്ധമായി കുറച്ച് ദൂരെയാണുള്ളത്, ഇടയ്ക്കിടയ്ക്ക് വരും. അതിനുശേഷമുള്ളത് ക്വിൻ മുന്നേ നമ്മൾ കണ്ടില്ലേ ആ ഒരു ഷോപ്പ് നടത്തുന്ന ആളുടെ മകള്. ക്വിന്നിന്റെ അച്ഛൻ ആക്ച്വലി ഇവിടുത്തെ ഒരു വർക്കർ ആയിരുന്നു. പക്ഷെ ആൾക്ക് ജോലി സംബന്ധമായി ചില ഇഞ്ചുറി ഒക്കെ പറ്റി പിന്നെ നടക്കാൻ വയ്യാതെ അങ്ങനെ ഷോപ്പ് ഇട്ട് മുന്നോട്ട് പോവാണ്. ഇദ്ദേഹം വർക്കർ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അവിടെ മാനേജറായി ഇപ്പോൾ ചാർജ് എടുക്കാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ ജിയാങ്ങിന്റെ അച്ഛൻ. അങ്ങനെ അതിനുശേഷം മറ്റൊരു ഫ്രണ്ട് ഉണ്ട് യുവിന്റെ വീട്ടില് അവന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, അവന്റെ ഒരു കസിൻ ഉണ്ട്. ഈ കസിന്റെ അമ്മയ്ക്ക് വയ്യാണ്ടായ ശേഷം ഇവിടെ അങ്ങനെ ജീവിക്കാനായി വന്നതാണ്. പിന്നീട് ലാസ്റ്റ് ആയിട്ടുള്ളത് ഈ കൈക്ക് വേണ്ടിയാണ് ആക്ച്വലി ലൈബ്രറിയിൽ മോഷണത്തിന് വേണ്ടി നമ്മുടെ ചെറിയും ഫ്രണ്ട്സും പോയിരുന്നതും. എന്തായാലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവരൊക്കെയാണ്. എനിക്ക് ഈ ഫ്രണ്ട്സിനെയും എന്റെ ഈ നാടും എന്റെ സ്കൂളും എന്റെ വീടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ നിന്ന് ഞാൻ പോയാല് ഇതൊക്കെ ഞാൻ മറന്നു പോകുമെന്ന് എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു പറയുന്നവൾ ജിയാങ്ങിന് ഇപ്പോ ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ അവൾ മറന്നുപോയാ അവളെ ഇതൊക്കെ ഓർമ്മിക്കാനായി അവൻ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവളിത് എങ്ങോട്ട് വന്നു, എന്ത് വിളി പറയുന്നതെന്ന് മനസ്സിലാവാതെ അവൻ നിൽക്കുമ്പോഴേക്കും ഞാൻ മരിച്ചു പോയാല് എന്റെ അമ്മ എന്നെ മറന്നു പോവോ, ഞാൻ മരിച്ചു പോയെന്ന് എന്നോട് ദേഷ്യപ്പെടുവോ എന്നിങ്ങനെ അവൾ വീണ്ടും ഓരോന്നും പുലമ്പുന്നുണ്ട്. എന്തായാലും അവളുടെ ആ ചോദ്യം കേൾക്കുന്ന ജിയാങ് ആകട്ടെ അവളോട് കുറച്ച് ദേഷ്യത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നു. മരിച്ചുപോയ ഒരാളെ അങ്ങനെ ആർക്കും വെറുക്കാൻ കഴിയില്ല, മറക്കാനും കഴിയില്ല. അവരെ കൂടുതലായി ഓർക്കുകയും സ്നേഹിക്കുകയേ ഉള്ളൂ എന്ന് അവന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കണക്ക് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്നവൾ അപ്പൊ നീ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവില്ലല്ലോ അല്ലേന്ന് അവനോട് ചോദിക്കുമ്പോ ഞാൻ നിന്നെ കൊണ്ടുപോകാനോ, എങ്ങോട്ട്, എന്തിന് എന്നൊന്നും മനസ്സിലാവാതെ അവന് നിൽക്കുന്നു. എന്തായാലും അതിന് മറുപടി അവൾ കൊടുക്കുന്നില്ലെങ്കിലും ഇവനെ കണ്ടുമുട്ടിയ ശേഷം അവൾക്ക് ഇവിടെ വിട്ട് അവൾ പോവേണ്ടി വരുമോ എന്ന വല്ലാത്തൊരു പേടി ഉള്ളിൽ കൂടിയിട്ടുണ്ട്. ആ രീതിക്കാണ് എപ്പോഴും അവളുടെ സംസാരം. എന്തായാലും അവൾ ആകെപ്പാടെ വല്ലാത്ത പേടിയിലാണ്. വീട്ടിലെത്തുന്ന അവൾ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ സാധനങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ വിതരണം ചെയ്യണമെന്ന രീതിക്ക് കളിപ്പാട്ടങ്ങളും ബുക്സും മറ്റു കാര്യങ്ങളും ഇങ്ങനെ തരംതിരിച്ചു വെക്കുന്നത് കാണുന്ന അച്ഛൻ എന്ത് ഇതെന്നൊക്കെ ചോദിക്കുമ്പോഴും അവൾ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ സ്കൂളിൽ ഒരു കുറിപ്പ് എഴുതാനായി കൊടുക്കുമ്പോൾ അവളായിട്ട് അവൾ ഉടനെ മരിക്കും എന്ന രീതിക്ക് കുറിപ്പ് എഴുതി കൊടുത്തത് വായിക്കുന്ന മിസ്സാകട്ടെ വേഗം വീട്ടിലേക്ക് എത്തി അവളുടെ പേരൻസിനോട് അത് കാണിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിരുന്ന് ഒരു കൗൺസിലിംഗ് കണക്ക് ചെറിയോട് സംസാരിക്കുമ്പോൾ അവൾക്ക് തനിക്കൊന്നും പറ്റില്ല എന്ന ഒരു ചെറിയ ധൈര്യം വരുന്നുണ്ട്. ആക്ച്വലി മോഷ്ടിക്കാൻ പോയിരുന്നില്ലേ, അത് ജിയാങ് കണ്ടതിന് ശേഷം അവളുടെ ഫ്രണ്ട്സ് അവളോട് എരിവിരി കയറ്റി കൊടുത്തതാണ്. ആകെ പ്രശ്നമാണ്, നീ പെടും എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. ആ ഒരു പേടിയായിരുന്നു അവൾക്ക്. എന്തായാലും അവൾ ഡയറക്റ്റ് ആയിട്ട് എന്താ കാര്യമൊന്നും വീട്ടിൽ പറയുന്നില്ലെങ്കിലും അവളുടെ ഉള്ളിലെ പേടിയൊക്കെ ഇപ്പൊ വീട്ടുകാരോരൊന്നും പറയുമ്പോൾ മാറുന്നുണ്ട്. അങ്ങനെ എന്തായാലും പിന്നീട് അടുത്ത ദിവസം സ്കൂളിൽ പോകുന്നതിന് മുന്നേ ജിയാങ് ആകട്ടെ അവന്റെ ഒരു ഫോം അച്ഛന്റെ അടുത്ത് സൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പക്ഷെ അത് അച്ഛൻ സൈൻ ചെയ്ത് കൊടുത്തെങ്കിലും ഇപ്പൊ വീണ്ടും പുതിയൊരു ഫോം കൊണ്ട് കൊടുക്കാണ്. ഞാൻ ചെയ്തു തന്നല്ലേന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അച്ഛൻ പക്ഷെ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിച്ചാണ് ഇട്ടിരുന്നതെന്ന് അവൻ പറയുമ്പോഴേക്കും അച്ഛന്റെ മുഖം വാടുന്നുണ്ട്. എന്തായാലും അച്ഛൻ സാരില്ല, ഞാൻ ഒന്നുകൂടെ സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അതങ്ങ് വാങ്ങുന്നു. അവൾ വീണ്ടും ഫ്രണ്ട്സിന്റെ കൂടെ ലൈബ്രറിയുടെ അടുത്തൊന്ന് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ ജിയാങ്ങിനെ കാണുമ്പോൾ അവൾ പേടിച്ച് വീഴാനായി തുടങ്ങുമ്പോഴേക്കും അവനാണ് അവളെ വീഴാതെ പിടിക്കുന്നത്. എന്തോ ആ ഒരു മൊമെന്റിന് ശേഷം അവനെ പറ്റി ഓർക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ആദ്യം ഇവനെ കാണുമ്പോഴൊക്കെ എന്തോ പേടി കണക്കുണ്ടായിരുന്ന അവൾക്ക് ഇപ്പൊ അവനെ കാണണം, മിണ്ടണം, അവനോട് കൂടുതൽ അടുക്കണം എന്ന ഒരു ഭയങ്കര ഒരു താല്പര്യം വരുന്നു. അങ്ങനെ അവൾ ആ സങ്കടത്തിൽ അങ്ങനെ അന്ന് സ്കൂളിൽ ചെല്ലുമ്പോൾ ഇവരുടെ പേരിന്റെ അർത്ഥം എന്താണോ അതിനനുസരിച്ച് അതിനെപ്പറ്റി ഒരു എസ് എഴുതിക്കൊണ്ട് പറഞ്ഞെന്ന് ടീച്ചർ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ടൈം ആകുമ്പോൾ കുട്ടികൾക്കിടയിലെ സംസാരം പേരിനെ പറ്റിയായിരുന്നു. ലിന്നിന്റെ യഥാർത്ഥ പേര് ലിൻ എന്നാണല്ലോ, അവളെ എല്ലാരും ചെറിയെന്ന് വിളിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് എങ്ങനെയാണ് ചെറിയെന്ന ഒരു വിളിപ്പേര് വന്നതെന്ന കാര്യം ഒരു ഫ്രണ്ട് തിരക്കുമ്പോൾ അത് പിന്നെ എന്റെ അമ്മ ഞാൻ വയറ്റിയിരുന്നപ്പോ കുറേ ചെറിയ കഴിക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ചെറിയെന്ന് പേര് വന്നതെന്ന് അവൾ പറയുമ്പോഴേക്കും നന്നായി നിന്റെ അമ്മ ചെറിയ കഴിച്ചത്, വേറെ വല്ലതും കഴിച്ചിരുന്നെങ്കിൽ ആ പേര് കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഫ്രണ്ട് അവളെ കളിയാക്കുന്നുണ്ട്. എന്തായാലും ആ ടീം ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കാതെ മിണ്ടാതെ അവിടെ ഇരിക്കുന്ന ജിയാങ്ങിനോട് എന്താണ് അവന്റെ പേരിന്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ
എന്റെ പേരിന് ഒരു അർത്ഥം ഇല്ലാന്ന് പറഞ്ഞ് അവന്റെ മുഖം വാടുന്നത് അവൾ കാണുന്നുണ്ട്. അന്ന് രാത്രിയാകട്ടെ ചെറിയുടെ വീട്ടില് ഡിന്നർ അറ്റൻഡ് ചെയ്യാനേ ജിയാങ്ങും അച്ഛനും വരുന്നു. ആ ഒരു ടൈം ജിയാങ്ങിന്റെ അച്ഛനോട് അങ്കിൾ ജിയാങ്ങിന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് ചെറിയ തിരക്കുമ്പോ അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, അവന് എന്ത് പേരിടണമെന്ന് അവൻ ജനിച്ചപ്പോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു പേരിട്ടു എന്നേ ഉള്ളൂ അവളുടെ ആ ചോദ്യത്തിന് മറുപടിയായി ജിയാങ്ങിന്റെ അച്ഛൻ പറയുമ്പോഴേക്കും അത് കേൾക്കുമ്പോഴും ജിയാങ്ങിന്റെ മുഖത്ത് ഒരു സങ്കടം നമുക്ക് കാണാം. അവന്റെ മുഖത്തെ ആ ഒരു സങ്കടം കാണുന്ന ചെറിക്ക് അയ്യോ അപ്പൊ ഇവൻ അവന്റെ പേരിന്റെ അർത്ഥം എങ്ങനെ എഴുതുന്ന ഒരു ചെറിയ സങ്കടം കണക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ ആ സങ്കടത്തിൽ കിടക്കുമ്പോഴാണ് അച്ഛനും അമ്മയും സംസാരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആക്ച്വലി ജിയാങ് ഉണ്ടാവുന്നതിന് മുന്നേ ജിയാങ്ങിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു മകനും കൂടി ഉണ്ടായിരുന്നു. ആ മകൻ മരിച്ച ശേഷമാണ് ജിയാങ് ഉണ്ടാവുന്നത്. ആക്ച്വലി അവരുടെ മൂത്ത മകന്റെ മരണത്തിന് ശേഷം അവർ ലൈഫിൽ സെപ്പറേറ്റ് ആവാനായി തീരുമാനിച്ചു. അവരുടെ ഫാമിലി കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഹോപ്പ് എന്ന രീതിക്ക് കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് കണക്ക് കല്യാണം കഴിച്ച കാര്യങ്ങൾ ശരിയാവും, ഒരു കുഞ്ഞുണ്ടായ ശരിയാവും എന്നൊക്കെ ആൾക്കാർ പറയില്ലേ, അതേ കണക്ക് ഒരു കുഞ്ഞുണ്ടായ ഒക്കെ ആവുമെന്ന രീതിക്കാണ് അവരുടെ ലൈഫിലേക്ക് പിന്നീട് അവർ ജിയാങ്ങിനെ കൊണ്ടുവരുന്നത്, രണ്ടാമതൊന്ന് പ്രസവിച്ച്. പക്ഷെ അപ്പോഴും കാര്യങ്ങളൊന്നും തന്നെ ശരിയായില്ല. ജിയാങ്ങിനോട് അവർക്ക് അവരുടെ മകനാണെന്ന ആ ഒരു അങ്ങനത്തെ വലിയ അടുപ്പവും കാര്യങ്ങളും ഒന്നും മാനസികമായി തോന്നിയിട്ടേ ഇല്ല. അവരുടെ മനസ്സിൽ അപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ട മൂത്ത മകന്റെ വിരഹവേദനയായിരുന്നു ഉണ്ടായിരുന്നത്. ജിയാങ്ങിന്റെ ലൈഫ് അതുകൊണ്ട് തന്നെ അത്ര സുഖകരമല്ല, അതൊക്കെ ആ കുഞ്ഞിങ്ങനെ ആയെന്നൊക്കെ ഭയങ്കര സൈലന്റും എപ്പോഴും ഷോക്കായിട്ടൊക്കെയാണല്ലോ ഇരിക്കുന്നത്. ആ കാര്യങ്ങളെ പറ്റി തന്റെ പേരൻസ് പറയുന്നത് കേൾക്കുന്ന ചെറിക്ക് ഭയങ്കര ഒരു സിമ്പതി കണക്ക് തോന്നുന്നുണ്ട് ജിയാങ്ങിനോട്. അവനെ പതിയെ അടുത്തറിയും തോറും അവൾ ആദ്യം അവനെ കണ്ടു പേടിച്ച കണക്കല്ല അവനെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലൊരു ബുക്കുണ്ട്, ഈ ചൈനീസ് വാക്കുകളുടെ അർത്ഥമുള്ള ഒരു ചൈനീസ് ഡിക്ഷണറി. അതെടുത്ത് അവന്റെ പേരിലെ ഓരോ വാക്കിന്റെയും അർത്ഥം അവൾ കഷ്ടപ്പെട്ട് ഉറക്കമുളച്ച് കുത്തിയിരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്, നാളെ അവന് പറഞ്ഞു കൊടുക്കാനേ. അങ്ങനെ അടുത്ത ദിവസം അവൾ വേഗം ജിയാങ്ങിനെ കാണാനായി പോകുന്നുണ്ട്. അവനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അവൾ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ല, അവൾ ചെന്ന് നിന്നിരുന്ന ഒരു മലമുകള്, അവിടേക്ക് അവനെ കൊണ്ടുപോകുന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അവനൊന്നും മനസ്സിലാവാൻ നിൽക്കുമ്പോഴേക്കും അവന്റെ പേരിന്റെ അർത്ഥം അവൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അത് വളരെ ഹൈ ആയിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള മൗണ്ടൻ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവന്റെ പേരിന്റെ അർത്ഥം ആദ്യമായിട്ടാണ് അവൻ കേൾക്കുന്നത്. ആക്ച്വലി അവൻ എന്ത് പേരിടണം എന്ന് പോലും ഒരു താല്പര്യം ഇല്ലാണ്ടിരുന്നപ്പോ, അതിനെപ്പറ്റി ഒരു ചിന്തയില്ലാണ്ടിരുന്നപ്പോ ബർത്ത് സർട്ടിഫിക്കറ്റില് ഒരു പേര് കൊടുക്കണമല്ലോ, അതുകൊണ്ട് എപ്പോഴോ കേട്ട ഒരു പാട്ടിലെ ഒരു വാക്ക് അവന്റെ പേരായി ഇട്ടു എന്നാണ് അച്ഛൻ മറുപടി പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം അവനെ സങ്കടപ്പെടുത്തിയിരുന്ന ആ ഒരു സമയത്ത് ഇവൾ ഇങ്ങനെ ഇത്ര എഫേർട്ട് എടുത്ത് അവന്റെ പേരിന്റെ അർത്ഥമൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുമ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. കൂടാതെ ഇവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കാണാൻ സാധിക്കും എന്നവൾ പറയുമ്പോഴേക്കും പക്ഷെ അപ്പോ അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ അതിപ്പോ കാണാൻ പറ്റില്ലല്ലോ, അവനെ കാണിക്കാൻ പറ്റില്ലല്ലോ എന്ന് അവൾക്ക് സങ്കടമാവുന്നുണ്ട്, അവനും ആവുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ മഴ മാറുകയും അവിടെ നിന്ന് വളരെ മനോഹരമായ ഒരു സൂര്യാസ്തമയം അവർക്ക് കാണാനായി സാധിക്കുകയും ചെയ്യുന്നു. അത് രണ്ടുപേരുടെയും ആ ഒരു ബോണ്ടിങ്ങിന് വളരെ മനോഹരമായ ഒരു തുടക്കം നൽകിയ ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ജിയാങ്ങിന്റെ ബർത്ത്ഡേ ആണ്. അവൻ അച്ഛൻ ബർത്ത്ഡേ ഗിഫ്റ്റായി കറുത്ത നിറത്തിലെ ഒരു സാധനം ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും അവൻ ഇവർ കറുപ്പ് കളറിലെ സാധനങ്ങളെ മേടിച്ചു കൊടുക്കാറുള്ളൂ. നിന്റെ അമ്മ പറഞ്ഞു പ്രത്യേകമായിട്ട് നിനക്ക് കറുപ്പ് കളറിലെ തന്നെ ഗിഫ്റ്റ് ചെയ്യണമെന്ന്, അത് ഞാനിത് മേടിച്ചു തന്നെയെന്ന് അച്ഛൻ പറയുമ്പോ അവൻ അതൊന്നും മിണ്ടാതെ കേട്ടു നിൽക്കാണ്. പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നവൻ അവിടെ ചെറിയ ഫ്രണ്ട്സും അവന് സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ നൽകാനായി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നു. ഒരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവനെ കണ്ടപാടെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന അവരായിട്ട് നിനക്ക് കറുപ്പ് കളറാ ഇഷ്ടമെന്ന് ഞങ്ങൾക്കറിയാം, എല്ലാം കറുപ്പല്ല നിന്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു കറുത്ത കേക്കും സംഘടിപ്പിച്ച് കറുത്ത പൂക്കൾ കിട്ടാത്തത് കൊണ്ട് കറുത്ത കളറിൽ പെയിന്റും അടിച്ച വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരത് കൊടുക്കുമ്പോൾ അവനത് സന്തോഷത്തോടെ വാങ്ങുന്നു. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനേ ഒരുങ്ങുമ്പോഴേക്കും ആ കൂട്ടത്തിലെ ഒരു പയ്യൻ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവനാകട്ടെ എനിക്ക് ഈ വർഷം ബർത്ത്ഡേ വിഷ് വേണ്ട, എന്റെ വിഷ് നീ എടുത്തോന്നും പറഞ്ഞ് അവനെ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ച് ഹാപ്പി ആക്കുന്നുണ്ട്. ഇത് കാണുന്ന ചെറിയും ഒരുപാട് ഹാപ്പി ആവുന്നു. മറ്റൊന്നുമല്ല, ഈ പയ്യന്റെ അച്ഛനാണ് കുറച്ച് ദൂരെ പോയി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെറിയ പരിചയപ്പെടുത്തിയിരുന്നില്ലേ. ഈ പയ്യന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തുകയും അമ്മയും അച്ഛനും തമ്മിൽ ഭയങ്കര വഴക്കാവുകയും അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് പരിക്കൊക്കെ പറ്റി അമ്മ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇവൻ ആ ഒരു വീട്ടിലെ പ്രശ്നത്തിന്റെ സങ്കടത്തിലാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവൻ ആ ഒരു മൊമെന്റ് ഹാപ്പി ആക്കാൻ വേണ്ടി ജിയാങ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും പിന്നീട് ജിയാങ്ങിനോട് തനിയെ സംസാരിക്കുന്ന ചെറി അവന് വലിയ മനസ്സാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവൻ അവളോട് തുറന്നു പറയുന്നുണ്ട്, ഞാൻ എന്താഗ്രഹിച്ചാലും അതെന്റെ ലൈഫിൽ നടക്കാറില്ല, പിന്നെ എന്തിനാ വെറുതെ എന്റെ ഒരു വിഷ് കളയുന്നത് എന്ന് പറയുന്ന ടീം എന്ത് പറ്റി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ബ്ലാക്ക് കളർ ഒന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് എപ്പോഴും എന്റെ ഇഷ്ടം നോക്കാതെ എന്റെ മരണപ്പെട്ട ചേട്ടന് ബ്ലാക്ക് കളറാ ഇഷ്ടം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങനത്തെ സാധനങ്ങളെ വാങ്ങിച്ചു തരൂ, ഞാൻ എന്താഗ്രഹിച്ചാലും നടക്കാറില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അവൾക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. എന്താണ് അവന്റെ ഇഷ്ടം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന അവൾ എല്ലാം ശരിയാകുമെന്നും അടുത്ത വർഷത്തെ അവളുടെ ബർത്ത്ഡേ വിഷ് അവന് വേണ്ടിയുള്ളതാണെന്നും കൂടി അവനോട് പറയുന്നുണ്ട്. എന്തായാലും അന്ന് ഹാപ്പി ആയി അവർ പിരിയുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം ജിയാങ്ങിന്റെ അമ്മ എത്തി അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന കാര്യം അറിഞ്ഞ് അവൾ ആകെ ഷോക്കാവുന്നുണ്ട്. അവൾ വേഗം തന്നെ സംഭവം അറിഞ്ഞ് വേഗം അവനെ നോക്കി ചെല്ലുമ്പോഴേക്കും അവനപ്പോഴേക്കും അമ്മയുടെ കൂടെ വണ്ടിയിൽ കയറി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളും കൂട്ടുകാരും ആ മലയുടെ അവിടേക്ക് ചെന്ന് നിന്ന് റോഡിലൂടെ വണ്ടി പോകുമ്പോൾ
ഉറക്കെ വിളിക്കുന്നുണ്ട്. അവൾ ഭയങ്കര സങ്കടത്തിലാണെന്ന് മനസ്സിലാക്കുന്ന അവൻ മടങ്ങി എത്തുമെന്ന് അവളോട് പറയുമ്പോൾ ഞാൻ നിന്നെ കാത്ത് ഇവിടെ തന്നെ കാണും, എനിക്ക് കത്തുകളൊക്കെ എഴുതണമെന്നും പറഞ്ഞാണ് അവൾ അവനെ മനസ്സോടെ യാത്രയാക്കുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോ ദേ ചെറിയ കാണുമ്പോൾ അവൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അവളിപ്പോ ദേ ഇപ്പോഴും ആ മലമുകളിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് കുട്ടിക്കാലം മുതലേ അവിടെ ഒരൊറ്റ ഇരിപ്പാണ് എന്നല്ല, ഇപ്പോഴും അവളുടെ മനസ്സിൽ വളരെ അപ്രതീക്ഷിതമായി അവളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് ആദ്യമൊക്കെ അവൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നെങ്കിലും പിന്നീട് അവളുടെ ഫേവറേറ്റ് ആയി മാറിയ ജിയാങ്ങിനെ തന്നെ അവളുടെ മനസ്സ് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. കാലങ്ങൾ കടന്നുപോയി, ഇവരൊക്കെ വളർന്നു, പക്ഷെ അവളുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം ഇന്ന് വരെ മാറിയിട്ടില്ല. അവൾ ഇനി എങ്ങനെ അവനെ കണ്ടുമുട്ടും, ശേഷം എന്തൊക്കെ സംഭവിക്കും എന്നതൊക്കെ വളരെ രസകരമായിട്ടാണ് ഈ ഒരു കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും വളരെ വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. കഥയുടെ ബാക്കി ഭാഗം മിസ്സാക്കാതെ കാണാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.